ജ്യോതിഷ ദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഉത്രം നക്ഷത്രത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഉത്രം വളരെ ഒരു ബൃഹത്തായ നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രത്തെക്കുറിച്ച് ഒരുപാട് പ്രത്യേകതകൾ പറയുന്നതിൽ ആദ്യത്തേത്, ഉത്രം നക്ഷത്രത്തിൻ്റെ ദേവനായിട്ട് കരുതുന്നത് ശ്രീ അയ്യപ്പസ്വാമിയാണ്, സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ്. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത, അവരുടെ സുഹൃത്ത് വലയം വളരെ വലിയൊരു സുഹൃത്ത് വലയം അവർക്കുണ്ടായിരിക്കും. അവരെക്കാൾ ഉന്നത സ്ഥാനങ്ങളിൽ ഉള്ളവരും അവർ നൽകുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും കടപ്പാട് തിരിച്ചു നൽകുന്ന ഒരു വലിയ സുഹൃത്ത് വലയം, ആത്മബന്ധങ്ങൾ, ആത്മസുഹൃത്തുക്കൾ, മിത്രങ്ങൾ എപ്പോഴും ഉത്തര നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. അതിൻ്റെ ദേവത നക്ഷത്രവശാൽ ഭഗനാണെങ്കിൽ ശരി, ഉത്തര നക്ഷത്രക്കാർ കൂടുതലും ഭജിക്കേണ്ടത് അയ്യപ്പനെയാണ്, ധർമ്മശാസ്താവിനെയാണ്. മനുഷ്യഗണത്തിൽ പിറന്ന നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഇത്തിയാണ് ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം. ഇത്തി അരയാൽ പേരാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ ഹോമകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. വൈശേഷികതയുള്ള ഒരു വൃക്ഷമാണ്. ആ ഇത്തി നട്ടുപിടിപ്പിക്കുന്നതിനെ പൂജിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. തൊട്ടിൽക്കാൽ പോലെയാണ് ഈ നക്ഷത്രത്തിൻ്റെ ഒരു രൂപം. പിന്നെ ഉത്തരം നക്ഷത്രക്കാർ ജനിക്കുന്നത് രവിദശയിലാണ്. ആ രവിദശയിൽ ജനിച്ചതിന് ശേഷം പിന്നീട് രവിദശ ഒരു 3 വയസ്സ് വരെ അല്ലെ 3.5 വയസ്സ് വരെ നമുക്ക് കൂട്ടാം, അല്ലെ 3 വയസ്സ് വരെ കൂട്ടാം. ആ ഒരു സമയം ആ ജനന സമയം ഇച്ചിരി അരിഷ്ടത. ആദിത്യ ദശയിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് അത് ഈ ആദിത്യൻ പാപഗ്രഹമാണെന്നാണ് പറയുന്നതെങ്കിലും ശരി, അങ്ങനെ ചില പാപത്വം ചിലപ്പോൾ കൽപ്പിക്കാറുണ്ട്. എന്നാൽ തന്നെ നക്ഷത്രാധിപനും നവഗ്രഹാധിപനായിരിക്കുന്ന ആദിത്യൻ്റെ ദശാകാലത്താണ് ജനനം. ബാലാരിഷ്ടത കുറച്ച് ഉണ്ടായിരിക്കും. ആ സമയത്ത് ഈ ഉത്തര നക്ഷത്രത്തിലൊക്കെ കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അവർക്ക് കർഗഹോമം, അതുപോലെ തന്നെ ഗായത്രി ഹോമമൊക്കെ ചെയ്യിപ്പിക്കുന്നത് ബാലാരിഷ്ടതകൾ മാറാൻ വളരെ സഹായിക്കും. പിന്നെ വലിയ ധനവാന്മാരായിട്ടുള്ള ആളുകളെ എടുത്ത് ചിന്തിച്ചാൽ, ഇപ്പം കൈനിറയെ സമ്പത്തുള്ളവനെ സമ്പന്നൻ എന്ന് പറയാൻ പറ്റത്തില്ല. ആ കൈനിറയെ സമ്പത്തുണ്ടായിട്ട് ആ സമ്പത്ത് അവരവർക്കും സമൂഹത്തിനും ഗുണകരമായി ചെലവഴിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനും ആണ് ധനവാൻ നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഒരു ധനവാന്മാരായിരിക്കും ഉത്തര നക്ഷത്രക്കാർ. എല്ലാവരുടെയും കാര്യമല്ല. എന്നാൽ ചില ഉത്തര നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ വിപരീത യോഗമുണ്ടെങ്കിൽ വളരെ ദാരിദ്ര്യവാന്മാരായിട്ടുള്ളവരുമുണ്ട്. എന്നാൽ പൊതു സ്വഭാവത്തിൽ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടപ്രദനായിരിക്കും. എന്നുവെച്ചാൽ എല്ലാ തരത്തിൽപ്പെട്ട ആളുകൾക്കും, പൊതുവെ ആണുങ്ങൾക്കാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിലും ഇടപെടാൻ കൊള്ളുന്ന സുതാര്യത ഈ നക്ഷത്രക്കാരിൽ, നല്ല അറിവ്, നല്ല പക്വത, അതുപോലെ തന്നെ നേതൃത്വ പാടവം, എല്ലാത്തിനെയും കൂടെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ. ഇപ്പോൾ അതൊരു വലിയ ഗുണമാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയും. ഇന്നത്തെ സമൂഹത്തിലുള്ള പലർക്കും ഇല്ലാത്തത്, പെട്ടെന്ന് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ക്ഷമ നശിക്കുക എന്നുള്ളതാണ്. അതേസമയം ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ഷമയും നല്ല സഹനശക്തിയും പക്വതയും കാണിക്കും. ഒരുപാട് ആളുകളെ തനിക്കൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് പോകാൻ. അപ്പം ഈ നമ്മൾ ഓർക്കണം, സാമുദായികമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും പല പ്രസ്ഥാനങ്ങളുടെയും പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വ സ്ഥാനത്ത് വന്നിട്ട് നമ്മളോട് ആകർഷണീയമായ പെരുമാറ്റം നടത്തുന്ന പലരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിൽ പലരും ഉത്തര നക്ഷത്രക്കാരായിരിക്കും. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ, മറ്റുള്ളവരുടെ സാഹചര്യം മനസ്സിലാക്കാൻ, അങ്ങനെ മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതുപോലെ തന്നെ നീതിന്യായ മേഖലകളിൽ, നീതിയും ന്യായവും വിട്ടുള്ള പരിപാടികളിൽ ഈ നക്ഷത്രക്കാർ ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന വിദ്യ ഇത്തരം കാര്യങ്ങളുമായിട്ട്, പട്ടാളം, പോലീസ്, നീതിന്യായ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഉത്തര നക്ഷത്രപ്പെട്ടവർ പഠിക്കുന്നതെങ്കിൽ അവർക്ക് നല്ലോണം ശോഭിക്കാൻ കഴിയും. കാര്യം നീതിന്യായ മേഖലകളിൽ വളരെ അധികം ഇതായിട്ട് തന്നെ ശോഭിക്കും. ഉന്നത വിദ്യാഭ്യാസ യോഗം കാണുന്നുണ്ട്. അതൊന്നും കൂടാതെ എന്ത് ജോലി ചെയ്യാനാണെങ്കിലും ന്യായാർജിതമായിട്ടുള്ള ഏത് തരം ജോലികളും പ്രവർത്തികൾ ചെയ്യാനാണെങ്കിലും ഈ ഉത്തര നക്ഷത്രക്കാർ പിന്നോട്ട് നിൽക്കില്ല. എന്നാൽ കുടുംബക്ലേശങ്ങൾ തുടക്കത്തിലൊക്കെ, ആ ജീവിതത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിലൊക്കെ തന്നെ ജീവിത ക്ലേശങ്ങൾ, കുടുംബക്ലേശങ്ങളൊക്കെ കുറച്ചൊക്കെ അനുഭവിച്ച് ആ പ്രതിസന്ധികളിലൂടെ കടന്നു വരും. ഏകദേശം ഒരു മധ്യവയസ്സ് കഴിഞ്ഞ് ഒരു 50-55 വയസ്സിന് ശേഷമൊക്കെ വലിയ ഒരു നിലവാരത്തിലേക്ക്, ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം. ഈ ഉത്തര നക്ഷത്രക്കാർ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ശാസ്താവിനെ, അയ്യപ്പനെ ഒക്കെ നല്ലോണം ഭജിക്കുക.
ശബരിമല ദർശനം നടത്തുക. ഈ 2026 സംബന്ധിച്ചിടത്തോളം കന്യക്കൂറാണ് ഉത്തര നക്ഷത്രം. ആ കന്യക്കൂറിന് കേന്ദ്രത്തിൽ ശനി നിൽക്കുകയാണ്. കണ്ടകസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്, കണ്ടക ശനിയാണ്. ആ കണ്ടക ശനി നിൽക്കുമ്പോൾ ഇവർക്ക് ദാമ്പത്യപരമായ ജീവിതത്തിൽ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം, ഭാര്യാഭർത്തൃ സംബന്ധമായ ജീവിതത്തിൽ. പിന്നെ ചില വരവ് പോക്കുകൾക്കൊക്കെ, യാത്രാ വിഷയങ്ങൾക്കൊക്കെ തന്നെ തടസ്സം. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിദേശയാത്രയ്ക്ക് ചില വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ ആണെങ്കിലും 10-ൽ കർമ്മത്തിൽ വ്യാഴം നിൽക്കുകയാണ്. അപ്പോൾ ഈശ്വരാധീനം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ ശനിദോഷങ്ങളുടെ കാഠിന്യം കുറച്ച് കുറഞ്ഞിരിക്കും. എന്നാലും ഇവർ കൂടുതലും ദുർഗ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭജനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതിലുപരി ശാസ്താക്ഷേത്രത്തിൽ തന്നെ നീരാഞ്ജനം, കറുകമാല, എള്ളുപായസം, ശനീശ്വര അഷ്ടോത്തരാർച്ചന, അങ്ങനെ ശനിദോഷം കുറയ്ക്കാനായിട്ടുള്ള കർമ്മങ്ങൾ, നവഗ്രഹ പൂജകൾ, പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് ഈ ഉത്തര നക്ഷത്രക്കാർക്ക് ഉള്ള ദോഷങ്ങൾ മാറി ഈ 2026 വളരെ ഗുണകരമായി അനുഭവപ്പെടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.